ലിഥിയം ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരു എക്സ്പീരിയൻസിൽ ചില 1-2 ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്ന് വീട്ടിലെ വയറിങ്ങിലെ ഷോർട്ട് സർക്യൂട്ടായിരുന്നു റീസൺ. രണ്ടാമത് വയറിങ് മിസ്റ്റേക്ക് തന്നെയായിരുന്നു രണ്ടാമത്തെ സൈക്കിളുണ്ടായിരുന്ന ഇഷ്യൂ. വയറിങ് ഷോർട്ട് സർക്യൂട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളിൽ നമുക്ക് ഒരു തവണ BMS കംപ്ലൈൻ്റ് ആയിട്ടും ബാറ്ററി ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ ഇതിപ്പോൾ 2 ടൈപ്പ് ലിഥിയം സെല്ലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ബാറ്ററി സെല്ല് ഡാമേജ് ആയിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ ഡാമേജാണ്. നിലത്ത് ഇടിച്ച് വീണ സമയത്ത് ഷാർപ്പ് ബെൻഡ് വന്നിട്ട് ഉള്ളിൽ ഷോർട്ടായതാണ്. അപ്പോൾ ഷോർട്ടായി കഴിഞ്ഞാൽ ഹൈ കറണ്ട് പോയിട്ട് ബാറ്ററി ബൾജായി അതിൻ്റെ വാൽവ് ഓപ്പണായി പൊട്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ബൾജ് ആവുന്ന സമയത്ത് 2 സൈഡിലും ഇങ്ങനെ വീർത്ത് വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബാറ്ററികൾ ചേർത്ത് വയ്ക്കുമ്പോൾ 2 സെല്ല് ബൾജായി കഴിഞ്ഞാൽ ഇത് ഹൈ പ്രഷർ കാരണം ഇതിൻ്റെ പുറത്തുള്ള ഈ പ്ലാസ്റ്റിക് ലാമിനേഷൻ ഡാമേജ് വരും. എന്നുവെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡാമിനേഷനാണ്. ഇത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഷോർട്ട് സർക്യൂട്ട് വരികയാണ് ചെയ്യുക. നമ്മൾ BMS ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും BMS വർക്ക് ചെയ്യുന്ന ബാറ്ററിക്ക് പുറത്തെത്തുമ്പോഴാണ്. ബാറ്ററീൻ്റെ അകത്ത് തന്നെ സെല്ലുകൾ സീരീസ് കണക്ഷനിൽ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ BMSന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ ഇത് ഷോർട്ട് ചെയ്ത് കാണിക്കുന്നതാണ് മൾട്ടിമീറ്റർ. ഇതൊരു ടൈപ്പ് സെല്ലാണ്. ഈ സെല്ലിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡിയാണിത്. ഇത് 2 ബോഡിയാണ്, കണ്ടല്ലോ. ബോഡി ഇതിൻ്റെ ടെർമിനലുമായിട്ട് ഉണ്ടോ കണക്ഷൻ അടുത്താണുള്ളത്, വളരെ ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇത് ബാറ്ററി ബൾജായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെർമിനൽ ബോഡിയായിട്ട് ഷോർട്ടാകും. അപ്പോൾ 2 ബാറ്ററികൾ ബൾജാവുന്ന സമയത്ത് തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേ സമയത്ത് ഈ ഒരു ടൈപ്പ് സെല്ലാണെങ്കിൽ ഇതിൽ ഒരു രീതിയിലേക്കും ബോഡിയായിട്ട് കണക്ഷൻ വരുന്നില്ല. അത്രയും സേഫാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബൾജാവുന്ന കേസിലും ടെർമിനൽ ഷോർട്ട് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കണ്ടിന്യൂറ്റി കിട്ടില്ല. ഒന്നാമത്തെ കാര്യം സെല്ലിൻ്റെ സെലക്ഷനാണ്. നല്ല ശ്രദ്ധിച്ച് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഷോർട്ടായിട്ട് ഡാമേജ് ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെല്ലുകൾക്കിടയിൽ ഇതുപോലത്തെ ഗ്ലാസ് ഇപ്പോക്സി ഷീറ്റ് വെച്ചിട്ടാണ് സെല്ല് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇപ്പോക്സി ഷീറ്റ് ആകുമ്പോൾ നമ്മൾ തീ കൊടുത്താൽ പോലും ഇത് ഒന്നും പറ്റില്ല. എന്ന് വെച്ചാൽ അത്രയും ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും. ഇത്രയും ഡാമേജ് ഇല്ലാത്ത രീതിയിലേക്ക് ഷോർട്ട് സർക്യൂട്ട് ആവാതിരിക്കാൻ ഇതുപോലത്തെ ഷീറ്റ് ഉപയോഗിച്ചത് നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇത് MPPTൻ്റെ ബോർഡാണ്. സോളാർ പാനലിൻ്റെ സൈഡിൽ തന്നെ സ്പെഷ്യൽ ഓവർ ചാർജിങ് പ്രൊട്ടക്ഷനും കൂടി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന MPPTയിലുണ്ട്. ഇതുണ്ടെങ്കിൽ ഒരിക്കലും ബാറ്ററി മാക്സിമം വോൾട്ടേജിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ പാനലിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്കണക്ട് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അങ്ങനെ ട്രിപ്പിൾ പ്രൊട്ടക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ബാറ്ററിയിലുള്ളത്. ഒന്ന്, സെല്ലിൻ്റെ സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ അതിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന രീതി ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത് സർക്യൂട്ട് ലെവലിലുള്ള 3 ട്രിപ്പിൾ പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഇത്രയും പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ ചില കേസുകളിൽ നമുക്ക് ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്.